ഒരു ദശകം ഇവിടെ ഇതാ വിടചൊല്ലി മറയുന്നു, ഒരു പൂമരക്കാറ്റ് പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. സഖാവ് പുഷ്പന അന്ത്യാഭിവാദനങ്ങൾ. കൂത്തുപറമ്പ് പോരാട്ടത്തിന്റെ ജീവിച്ചിരുന്ന ഹൃദയതാളം നിലച്ചു. മനക്കരുത്തിന്റെ കിടക്കയിൽ വിപ്ലവ വീര്യവും പേറി 30 ആണ്ട് തികച്ച സഖാവ് പുഷ്പന് വിട. ഈ വേർപാടിന് പകരം വെക്കാൻ പുഷ്പനേക്കാൾ വലിയ വൈകാരിക പ്രതീകങ്ങളില്ല. വീണുപോയിട്ടും വെളിച്ചം മങ്ങിയില്ലായിരുന്നെന്നത് നേര്. 1994 നവംബർ 25 മനുഷ്യന്റെ ചോര പടർന്നൊഴുകി മണ്ണ് ചുകന്ന് കറുത്ത വെള്ളിയാഴ്ചയുടെ ജീവിച്ചിരുന്ന ഒരേയൊരു രക്തസാക്ഷിയാണ് ഇന്ന് വിട പറയുന്നത്. കർഷക തൊഴിലാളി കുടുംബത്തിൽ പിറന്ന പുഷ്പൻ സമരാവേശവും ആശയക്കരുത്തുമായി ആ പോരാട്ട വീഥിയിൽ അണിചേർന്നു. വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായ സമരത്തിന്റെ ഭാഗമായി മന്ത്രിമാർക്കെതിരെ സമാധാനപരമായ കരിങ്കൊടി സമരം ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരിക്കുന്ന സമയം. കൂത്തുപറമ്പിൽ അർബൻ സഹകരണ ബാങ്ക് സായാഹ്ന ശാഖ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മന്ത്രി എം വി രാഘവൻ. സംഘർഷമുണ്ടാകാൻ സാധ്യത കണക്കിലെടുത്ത് കൂത്തുപറമ്പിലും പരിസരത്തും വൻ പോലീസ് സന്നാഹം. 2000ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ. പകൽ 11:55 പോലീസ് സംരക്ഷണത്തോടെ മന്ത്രി എത്തി. സമാധാനപരമായി കരിങ്കൊടിയേന്തി നിരായുധരായി മുദ്രാവാക്യം മുഴക്കിയെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കു നേരെ യാതൊരു പ്രകോപനവും കൂടാതെ പോലീസ് ലാത്തി ചാർജ്. തുടർന്ന് പോലീസിന്റെ നിറത്തോക്കുകൾ തീ തുപ്പി. നിരവധി തവണകളായി പോലീസ് ക്രൂരമായി സമര പോരാളികൾക്ക് നേരെ വെടിയുതിർത്തു. 2 മണിക്കൂറോളം തുടർന്ന വെടിവയ്പ്പിനൊടുവിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ കെ രാജീവൻ, KV റോഷൻ, വി മധു, ഷിബുലാൽ, കുണ്ടുചിറ ബാബു എന്നിവർ മരിച്ചു വീണു. പുഷ്പൻ, മങ്ങാട് സജീവൻ, കൂത്തുപറമ്പ് ചാലിൽ സജീവൻ, പ്രസാദ് തുടങ്ങിയവർക്ക് പരുക്കേറ്റു. കഴുത്തിന് പിന്നിലേറ്റ വെടിയുണ്ട പുഷ്പന്റെ സുഷുമ്നാ നാഡിക്കാണ് പ്രഹരമേൽപ്പിച്ചത്. കഴുത്തിന് താഴേക്ക് തളർന്നു. അന്ന് കിടപ്പിലായതാണ് പുഷ്പൻ. പാർട്ടിയുടെ വലയത്തിൽ പ്രവർത്തകരുടെ കൈപിടിച്ചാണ് പിന്നത്തെ ജീവിതം. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെയുള്ളവർ അക്കൂട്ടത്തിലുണ്ട്. 3 പതിറ്റാണ്ടോളം കിടക്കയിൽ മാത്രം കഴിഞ്ഞിട്ടും പണ്ട് നിറത്തോക്കിന് മുൻപിലേക്ക് എടുത്ത് ചാടിയെടുത്ത് തന്നെയായിരുന്നു പുഷ്പന്റെ മനസ്സ്. 24-ാമത്തെ വയസ്സിൽ വെടിയുണ്ടയിൽ തീർന്നു പോകുമായിരുന്ന തന്റെ ജീവിതം മരണത്തിന് വിട്ടുകൊടുക്കാതെ നിലനിർത്തിയ ഇന്ന് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ആവേശമായ പുഷ്പൻ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ എനിക്കൊട്ടും ദുഃഖമില്ല. ഞാൻ ഒറ്റപ്പെടുന്നുവെന്ന തോന്നലുമില്ല. കാരണം പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ഞാൻ ജീവൻ നൽകിയത്. ചെറുകുടലിൽ സങ്കീർണമായ ശസ്ത്രക്രിയ, ആഴ്ചകൾ നീണ്ട ആശുപത്രിവാസം, ദേഹപീഠകൾ പുഷ്പനെ വിട്ടൊഴിഞ്ഞിരുന്നില്ല. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിന്റെ 30-ാം വാർഷികം ആചരിക്കാനുള്ള ഒരുക്കത്തിലാണ് സഖാക്കൾ. രക്തസാക്ഷിത്വ ദിനാചരണ വേദികളിൽ ഇക്കുറി പുഷ്പന്റെ സാന്നിധ്യം ഉണ്ടാകില്ല. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഓരോ കമ്മ്യൂണിസ്റ്റുകാരും ഉറക്കെ പറയും, നീ വീണുപോയിട്ടും നിന്റെ വെളിച്ചം മങ്ങിയിട്ടില്ല. അവർ നിന്നെ നിശബ്ദനാക്കിയില്ല. നീ മൂകനല്ല. നിന്റെ കരുത്തും ആവേശവും ഞങ്ങളെന്നും കാത്തു സൂക്ഷിക്കുന്നു. അവർക്ക് ഞങ്ങളെ തടയാനാകില്ല. ജീവിക്കുന്ന രക്തസാക്ഷിയായ സഖാവ് പുതുക്കൊടി പുഷ്പൻ നമ്മളോടൊപ്പം ജീവിക്കുകയായിരുന്നു. കഴിഞ്ഞ 29 കൊല്ലവും 10 മാസവും 3 ദിവസവും. തളർന്ന ശരീരവുമായി, തളരാത്ത മനസ്സോടെ, ഉറച്ച കമ്മ്യൂണിസ്റ്റായി, പ്രിയപ്പെട്ട സഖാവായി. വലതുപക്ഷ ഭീകരതയുടെ മുൻപിൽ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ മുൻപിൽ തലകുനിക്കാത്ത ധീര പോരാളി വിട പറയുന്നു. നീണ്ട സഹനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും അടിയുറച്ച പാർട്ടിക്കൂറിൻ്റെയും പ്രതീകമായ സഖാവ് പുഷ്പൻ ഇക്കാലവും ആവേശമായി നമുക്കിടയിൽ ജീവിക്കും. പുഷ്പനെ എല്ലാവരും അറിയുന്നു, പുഷ്പനെ എല്ലാവരും ഓർക്കുന്നു. ആ വരികൾ വീണ്ടും പാടുന്നു. തണ്ടൊടിഞ്ഞിട്ടും വാടാതങ്ങനെ നിൽപ്പാണവനൊരു ചെമ്പനീർപ്പൂവ്.